ഓ എൻ്റെ ജയദേവ, ഇത് ഭയങ്കര ചമ്മൽ കേസാണ്ടാ. നിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാ ഈ രണ്ടാം കല്യാണവും പരിപാടി. പെണ്ണ് കാണലൊന്നും വേണ്ടായിരുന്നട്ടാ. അല്ല അതുകൊണ്ട് അല്ല, ആ കുട്ടി വന്നിട്ടില്ല. ആ അല്ല, ഡിവോഴ്സാണ്. ഡിവോഴ്സ് ചെയ്തൊക്കെയാണ്. ഓക്കെ, ഞാൻ വിളിക്കാം നോക്കട്ടെ. സാർ കഴിക്കാൻ മസാല റോസ്റ്റ്, ഗീ റോസ്റ്റ്, പേപ്പർ റോസ്റ്റ്, ചപ്പാത്തി, ടൊമാറ്റോ കറി, ടൊമാറ്റോ ഫ്രൈ, അപ്പമുണ്ട്, ഇടിയപ്പമുണ്ട്, പുട്ടുണ്ട്, മട്ടൻ ചാപ്സ്. സെക്കൻഡ് എന്താണ്? അല്ല, ഒരാൾ കൂടി വരാനുണ്ട്, എന്നിട്ട് ഞാൻ ഓർഡർ ചെയ്യാം. ഓക്കെ സാർ. വിവേക്. നിമിഷ. വരൂ. ഹായ്. ഈ നിമിഷേ ഫോട്ടോയിൽ കാണുന്നേക്കാളും ഭയങ്കര ചെറുപ്പമായിട്ട് തോന്നുന്നു. ഞാൻ ഫോട്ടോയിൽ കണ്ടേക്കാളും വളരെ സീരിയസ് ആയിട്ടാ തോന്നുന്നത്. ഞാനോ? അതെ. ഞാനേ ഇങ്ങനെ സെക്കൻഡ് മാരേജിനെ കുറിച്ചൊന്നും ആലോചിച്ചിട്ടുണ്ടായില്ല. പിന്നെ മോക്കിപ്പോൾ 8 വയസ്സായി. ഇനിയിപ്പോൾ ഒരു അമ്മയുടെ സപ്പോർട്ടൊക്കെ വേണമല്ലോ, അതുകൂടി വിചാരിച്ചിട്ടാണ്. നിമിഷ എങ്ങനെയാ? ഞാനും അങ്ങനെയൊക്കെ തന്നെ. പിന്നെ വീട്ടുകാരുടെ നിർബന്ധമൊക്കെ കാരണം. അയ്യോ, ഞാൻ കഴിക്കാമെന്നും പറഞ്ഞില്ല. ചായ പറയട്ടെ? ചായ വേണ്ട, കോഫി മതി. എന്നാ പിന്നെ എനിക്കും കോഫി മതി. ഓ, ഇപ്പോഴേ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയോ? അതുകൊണ്ടല്ല, ഈ രണ്ടാം വിവാഹം എന്ന് പറയുമ്പോഴേ അഡ്ജസ്റ്റ്മെന്റിന്റെ ചാപ്റ്ററൊക്കെ പഠിച്ചതിന് ശേഷമാണല്ലോ വരുന്നത്. കറക്റ്റ് അല്ലേ? അതെ അതെ, കറക്റ്റാ. ഹലോ, പിന്നെ വേറെ എന്തെങ്കിലും ചോദിക്കാട്ടോ? വിവേകിന്റെ ഹോബീസ് എന്തൊക്കെയാ? ഹോബീസ് എന്ന് പറഞ്ഞാൽ യാത്രകൾ ചെയ്യും, കാറെടുത്ത് ഇങ്ങനെ എങ്ങോട്ടൊക്കെ കറങ്ങി നടക്കും. ട്രാവലിംഗ് എനിക്കും വളരെ ഇഷ്ടമാണ്. ആണോ? മൂവി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. അടിപൊളി. ഞാനും അങ്ങനെ തന്നെയാ. അപ്പൊ ഇതുവരെയായിട്ട് നമ്മൾ തമ്മിലുള്ള കാര്യങ്ങളിലൊന്നും വലിയ പൊരുത്തക്കേടുകളില്ല. നോക്കാം, സമയമുണ്ടല്ലോ. സാറേ, അല്ല, 2 കോഫി. കഴിക്കാൻ എന്തെങ്കിലും മസാല റോസ്റ്റ്, ഗീ റോസ്റ്റ്, പേപ്പർ റോസ്റ്റ്, ചപ്പാത്തി? അതെ അതെ, തീരുമാനമായില്ല, പറയാം കേട്ടാ. ഓക്കെ, നടന്നാലോ? ഇരിപ്പൊരു സുഖമാകുന്നില്ല. അല്ല, ഈ ചോദിക്കാലോ അല്ലേ? കുഴപ്പമില്ലല്ലേ? ഈ വിവാഹം കൊണ്ട് നിമിഷം എന്താ പ്രതീക്ഷിക്കുന്നു? സ്വസ്ഥമായിട്ട് ശ്വാസം വിടാൻ പറ്റുന്നൊരു ജീവിതം. അത് നല്ലൊരു ഡയലോഗായി പോയി. ഡയലോഗല്ല, എൻ്റെ അനുഭവം. അല്ല, ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട. കഴിഞ്ഞ ഫാമിലി ലൈഫിൽ എന്താ സംഭവിച്ചത്? അതിപ്പോൾ ഞാൻ കാര്യങ്ങൾ കുറച്ച് ലിബറലായിട്ട് കാണുന്ന ഒരാളാണ്. എനിക്ക് ഭർത്താവിൻ്റെ ചിലവിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടി നിൽക്കാനൊന്നും പറ്റില്ല. എനിക്ക് ജോലി ചെയ്യണം, ഏൺ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരാളാണ്. പിന്നെ എനിക്ക് കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. നമ്മളൊന്ന് ഔട്ടിങ്ങിന് പോയി തിരിച്ച് വരാൻ കുറച്ച് ലേറ്റായി കഴിഞ്ഞാൽ അതൊന്നും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെയായിരുന്നു തുടക്കം. പിന്നെ പിന്നെ ഞാനും വിട്ടുകൊടുക്കാൻ നിന്നില്ല. പക്ഷേ ഞാനങ്ങനല്ല കേട്ടോ. എന്നുവെച്ചാൽ നിമിഷയെ പോലെയല്ല, പഴഞ്ചനായിട്ട് തോന്നും ചിലപ്പോൾ കേൾക്കുമ്പോൾ. എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കുടുംബമാണ് വലുത്. എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടി, എൻ്റെ അമ്മ, അതാണ് എൻ്റെ ലോകം. നിങ്ങൾ ആണുങ്ങൾക്ക് മാത്രമാണോ ലോകമുള്ളൂ? ഞങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ലോകമൊന്നുമില്ലേ? അല്ല, അതൊക്കെ ശരിയാണ്. എന്ന് വിചാരിച്ച് ഈ പാതിരാത്രി വരെ കറങ്ങി നടക്കണമെന്നും എനിക്ക് അംഗീകരിച്ച് തരാൻ പറ്റില്ല. ആര് പാതിരാത്രി കറങ്ങി നടക്കണോ? അല്ല, ഞാൻ പറഞ്ഞതേ, ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഉദാഹരണമൊന്നുമല്ല, നിങ്ങൾ അങ്ങനെ വിചാരിച്ച് തന്നെ പറഞ്ഞതാ. വിചാരിച്ചെങ്കിൽ വിചാരിച്ചു. എൻ്റെ ഫാമിലിയിലേക്ക് കയറി വരുമ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും എനിക്ക് അനുവദിക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെ കുട്ടിയെ നോക്കുന്ന, അമ്മയെ നോക്കുന്ന ഒരു കുട്ടിയെ ആളെയാണ് എനിക്ക് ആവശ്യം. വിവേകിന് ഇപ്പം എന്താ വേണ്ടത്? കുഞ്ഞിനെ നോക്കാൻ ഒരു അമ്മയോ? എനിക്കത് പറ്റില്ല. അപ്പൊ നിമിഷം എന്താ ഉദ്ദേശിക്കുന്നത്? നിമിഷം ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും കൈയടിക്കുന്ന ഒരു സ്പോൺസറാണോ നിമിഷയ്ക്ക് ആവശ്യം? മതി മതി മതി, നിർത്തിക്കോ. ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇതൊക്കെ തന്നെയായിരിക്കും നിങ്ങളുടെ കഴിഞ്ഞ ജീവിതത്തിലും സംഭവിച്ചിട്ടുണ്ടാവുക.
അവള് പറഞ്ഞത് കറക്റ്റല്ലേ? അല്ല, എൻ്റെ പിടിവാശി തന്നെയല്ലേ എൻ്റെ ലൈഫും കളഞ്ഞത്. സാർ കഴിക്കണ തീരുമാനമായ